ഈ ആറാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഹരിയാന, മറ്റൊന്ന് ദില്ലി, ഉത്തർപ്രദേശിലെ മണ്ഡലങ്ങൾ. കാരണം ഇവിടെയൊക്കെ ഹരിയാനയിലും ദില്ലിയിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും കർഷകരോഷം BJPക്കെതിരെ ശക്തമായി നിൽക്കുന്ന സാഹചര്യം. പലയിടങ്ങളിലും അവർക്ക് പ്രചരണത്തിന് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ദില്ലിയിലേക്ക് വരികയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തിരിച്ചുവരവ് ഉണ്ടാക്കിയേക്കുന്ന തിരിച്ചടി BJPക്ക്. അപ്പോൾ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന മണ്ഡലങ്ങളിലാണ് ആറാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. മനു, തീർച്ചയായിട്ടും ഈ ഒരു വോട്ടെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നാളെ ആറാം ഘട്ട വോട്ടെടുപ്പ് 58 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതുന്നുണ്ട്. അതിൽ കർഷകരോക്ഷം ശക്തമായി നിൽക്കുന്ന ഹരിയാനയിലെ എല്ലാ മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ ദില്ലിയിലെ 7 മണ്ഡലങ്ങളിലും നാളെ ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുക. ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങളും നാളെയാണ് വിധിയെഴുതുക. ബംഗാൾ, ബീഹാർ സംസ്ഥാനങ്ങളിലെ 8 സീറ്റും ഒഡീഷയിലെ 6, ജാർഖണ്ഡിലെ 4 മണ്ഡലങ്ങളും നാളെയാണ് വിധിയെഴുതുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഹരിയാനയിൽ അതിശക്തമായിട്ടുള്ള കർഷക പ്രതിഷേധമാണ് BJPക്കെതിരെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും BJPക്ക് പ്രചരണം നടത്താൻ പോലും കഴിയാത്ത സാഹചര്യം ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ്. അമിത്ഷായുടെ റാലികൾ പോലും റദ്ദാക്കുന്ന സാഹചര്യം, മനോഹർലാൽ ഖട്ടറിന് പോലും നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ റദ്ദാക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ തന്നെ ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ്.